പ്രേമചന്ദ്രൻ പാർലമെന്റിന്റെ ക്യാന്റീനിൽ വെച്ച് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് അദ്ദേഹം വിമർശനം നേരിടേണ്ടിവരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്താകെ പ്രചാരണ വിഷയമായിരുന്നു. അവിടെയാണ് എം.ആർ. അജിത് കുമാർ കണ്ടാൽ എന്താ എന്ന് നിസ്സാരവൽക്കരിക്കാൻ ആദ്യഘട്ടത്തിലെങ്കിലും കഴിയുന്നത് എന്നുള്ളതാണ്. ശ്രീ ഹസ്കർ, കണ്ടാൽ എന്താ എന്ന് CPM-നും BJP-ക്കും ആവർത്തിച്ച് ചോദിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ പ്രശ്നം? ശ്രീ ഹസ്കർ, കേൾക്കാമോ? ഓക്കെ, സംഗതി പ്രശ്നമുണ്ട്. പെട്ടെന്ന് വരാൻ ബ്രേക്ക്. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല മധു, ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു. ഓക്കെ, തിരിച്ചു വന്നു. ശ്രീ ഹസ്കർ, അതായത് കണ്ടാൽ എന്താ എന്ന് CPM-നും BJP-ക്കും ഏകമനസ്സാണ് എങ്കിൽ ഞങ്ങൾക്ക് മാത്രം, കുറച്ച് പുതുതലമുറ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണോ ഒരാശയക്കുഴപ്പമുള്ളത്? CPM-കാർക്ക് അങ്ങനെ RSS-മായി ഒരു പാലത്തിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ഈ പാർട്ടി, ഞങ്ങൾക്കൊരു ചുക്കും അറിയാത്തത് കൊണ്ടാണോ ഈ പാർട്ടിയെ കുറിച്ച്? മധു, ഇതിൽ ഈ ആശയക്കുഴപ്പവും വിവാദവും വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ മീറ്റിങ്ങുകളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന രണ്ടുപേരാണ്. ഒന്ന് ശ്രീ M.R. അജിത് കുമാറും മറ്റൊന്ന് RSS നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബല്ലയും അതുപോലെ റാം മാധവുമാണ്. എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ കാര്യകാരണങ്ങൾ, എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ആവശ്യം, എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ച എന്നുള്ളത് തുറന്നു പറയാനുള്ള ബാധ്യത ശ്രീ M.R. അജിത് കുമാറിനും അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബല്ലയ്ക്കും റാം മാധവിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ശ്രീ M.R. അജിത് കുമാറിന് മാധ്യമങ്ങൾക്ക് മുമ്പിലോ പൊതുജനങ്ങൾക്ക് മുമ്പിലോ അത് വിശദീകരിക്കാൻ പറ്റില്ല, അതിനുള്ള ബാധ്യതയില്ല. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഏതാ? രാജ്യത്തെ ഏറ്റവും മികച്ച സംഘടനയെന്ന് അവകാശപ്പെടുന്ന RSS-ന്റെ നേതാക്കന്മാരായിട്ട് ദത്താത്രേയ ഹൊസബല്ലയും റാം മാധവും എന്തായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പറഞ്ഞാൽ പോരെ, ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമല്ലോ. അല്ലെങ്കിൽ RSS ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? RSS-ന്റെ ഉത്തരമേഖല പ്രാന്തപ്രമുഖ കള്ളം പറഞ്ഞു, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കള്ളം പറഞ്ഞു ഇങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അവിടെയാണ് സംശയത്തിൻ്റെയും വിവാദത്തിലേക്കും വസ്തുതകൾ വളച്ചൊടിക്കുന്നതിനും വന്നിട്ടുള്ള കാര്യകാരണങ്ങൾ എന്നുള്ളതാണ്. ഇനി RSS ഇതൊന്ന് പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. RSS നാളെ ഒരു കുറിപ്പ് പത്രങ്ങൾക്ക് നൽകുകയാണ്, ഇതായിരുന്നു ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തിയിരുന്നത്, ഇതായിരുന്നു ഞങ്ങളുടെ കൂടിക്കാഴ്ചയുടെ കാതൽ ഇതായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ പൊതുജനങ്ങളോട് യാതൊരു തരത്തിലും PS ശ്രീധരൻ പിള്ള പറഞ്ഞത് ഒരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ വേണ്ടി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് RSS വിശദീകരിച്ചാൽ പാർട്ടി അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങും അല്ലേ? അങ്ങനെയല്ലേ? ഇത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരും അതുപോലെ കോൺഗ്രസും UDF-ഉം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏതൊരു വിവാദമുണ്ടായാലും ആ വിവാദം കൊണ്ടെത്തിക്കേണ്ടത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനിലേക്കാണ്. അതിലേക്കൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം എല്ലാ കാലത്തും നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇത്തരം ആരോപണങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായി അവസാനിക്കുന്നത്. വസ്തുതകൾ നിങ്ങൾ പരിശുദ്ധമായി സമീപിക്കുന്നതിന് പകരം നിങ്ങൾ വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ ആ വസ്തുതകളെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വളരെ നിസ്സാരപ്പെട്ട ഒരു സംഭവം എന്നല്ല. എന്നെപ്പോലൊരാൾക്ക് ശ്രീ M.R. അജിത് കുമാർ RSS-ന്റെ നേതാക്കന്മാരെ കണ്ടത്, കേരള പോലീസിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കണ്ടത് ശരിയായില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച രഹസ്യമാണെങ്കിലും സ്വകാര്യമാണെങ്കിലും ഒരു ഇടതുപക്ഷ പോലീസ് നയം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. അതാണല്ലോ CM-ലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മാധ്യമങ്ങൾ എന്തോ അജണ്ട നടത്തുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്കും അങ്ങേക്കും ആ കാര്യത്തിൽ മാധ്യമങ്ങൾ പറയുന്ന അഭിപ്രായം അങ്ങ് പറയുന്നതും ഒരേ അഭിപ്രായമാണ്. മാധ്യമങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നം. ഈ PV അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി എന്താ വീട്ടിൽ നിന്നായതാണോ എന്ന്. ഈ നാട്ടിൽ കോൺഗ്രസിലെയോ BJP-യിലെയോ പോട്ടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതെങ്കിൽ കോൺഗ്രസിന്റെ ആട്ടെ BJP-യുടെ ആട്ടെ ഏതെങ്കിലും ഇടത് സഹയാത്രികരാട്ടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരാണ് അവരും അവരുടെ പിതാമഹന്മാരും പൂർവ്വ പിതാമഹന്മാരും പണ്ട് വാലറ്റ കൊരങ്ങനും വരെ സൈബർ അതിക്രമത്തിന് ഇരയാകും എന്നുള്ളതാണ് ചരിത്രം. PV അൻവർ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി എന്താ വീട്ടിൽ നിന്നാണോ മുഖ്യമന്ത്രി ആയത്, പാർട്ടിയല്ലേ ആയതെന്ന്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാൾ ചോദിക്കുമോ? ഇല്ല. അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്.